അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഉമ്മത്തീങ്ങൾക്കും അവിടുത്തെ മുഹിബ്ബീങ്ങൾക്കും നാളെ പരലോകത്തിൽ വെച്ച് ഇടപെടുന്ന ശഫാഅത്ത് ചെയ്യുന്ന മൂന്നാമത്തെ ഒരവസ്ഥയാണ് വിചാരണ. ഹിസാബ് ചെയ്യപ്പെട്ട ഒരുപാട് അടിമകൾ പറഞ്ഞു ഹിസാബിലേക്ക് കൂട്ടാതെ തന്നെ പലരെയും റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് അല്ലാഹു തആല സ്വർഗ്ഗത്തിലെത്തിക്കുന്ന എന്താ പറയുന്നത്, ഹിസാബിൽ പെട്ടുപോയി. അവസാനം ഹിസാബ് ചെയ്ത് നോക്കുമ്പോ ആ മനുഷ്യൻ നരകത്തിലേക്കാണ് അത് വിധിച്ചത്. അങ്ങനെ കൂടാനുകൂടി അള്ളാഹുവിന്റെ അടിമകൾ ഹിസാബ് ചെയ്ത് നോക്കുമ്പോ ആ ഹിസാബിൽ ഫൈലായവർ നന്മയുടെ കടം കുറയുകയും തിന്മയുടെ കടം കൂടുകയും ചെയ്ത ഒരുപാട് ആളുകൾ. നന്മയുടെ കടം കുറയുകയും തിന്മയുടെ കടം കൂടുകയും ചെയ്ത ആളുകൾ അവർ നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവരാണ്. അങ്ങനെ നരകത്തിലേക്ക് വിധിക്കപ്പെട്ട ഒരുപാട് ആളുകളെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി ഇടപെട്ട് അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്ത് ആ ആളുകളെ ഹബീബായ തങ്ങൾ മുഖേന അല്ലാഹു സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതാണ് സ്വലാത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്ന റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്തിൽ നിന്ന് മൂന്നാമത്തെ ശഫാഅത്ത് ഇതാണ്. ഒരു ശഫാഅത്ത് ഉണ്ടായിട്ടുണ്ട് നേരെ പറഞ്ഞ ശഫാഅത്ത് ഹിസാബില്ലാതെ സ്വർഗത്തിൽ. ഇപ്പൊ ഹിസാബിൽ പെട്ടുപോയി. ഹിസാബിൽ പെടാന്ന് പറഞ്ഞ ഭയങ്കര ബേജാണ്. എപ്പോഴും ചില്ലറ ബേജാറൊന്നും അല്ല. ഇന്ന് നമ്മുടെ ഈ ലോകത്ത് തന്നെ ഏതെങ്കിലും ഒരു മൂലയിൽ നാം ഒരു തെറ്റ് ചെയ്യുമ്പോ ഒരു കുറ്റം ചെയ്യുമ്പോ അത് ഏതെങ്കിലും ഒരു വീടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ പള്ളിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലോ ഉള്ള ഒരു CC ക്യാമറയിൽ കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബേജാറാണ്. അല്ലെ, ചെയ്ത തെറ്റുകൾ അതുപോലെ കാണിക്കപ്പെടുകയാണ്. എന്നാൽ ഇവിടെ കാണുന്ന ഏതെങ്കിലും നാട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ ഏതൊരു കുടുംബമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ചങ്ങാതിമാരായിരിക്കും. പക്ഷെ നാലത്തെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. ചെയ്ത തെറ്റുകൾ ഹിസാബിന്റെ മുന്നിൽ ഹിസാബ് എന്ന് പറഞ്ഞ ഇങ്ങനെ ചോദിക്കൽ മാത്രമൊന്നുമല്ല, ആ ചോദിക്കലും അതിങ്ങനെ കാണിക്കലും നാം ചെയ്ത സ്ഥലം അടക്കം നമുക്കെതിരായി അള്ളാഹുവിന്റെ അടുത്ത് സാക്ഷി പറയുന്ന സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ നമ്മുടെ കാലിൽ സംസാരിക്കുന്ന ദിവസമാണ്. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, യാസീൻ സൂറത്ത് യാസീന. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ഇവിടെ നമുക്ക് എന്തും തൊള്ള കൊണ്ട് വിളിച്ചു പറയാം. ചെയ്യാത്തതിന് ചെയ്തു എന്ന് പറയാം, ചെയ്തതിനെ ഇല്ല എന്ന് പറയാം. നമ്മുടെ തൊള്ളകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട്. ആ അല്ലാഹുവിന്റെ കോടതി സംസാരിക്കേണ്ട വായുകൾക്ക് സീൽ വെക്കുന്ന ദിവസം. അല്ലോ എങ്ങനെയോ സംസാരിക്കുന്ന എന്താ, ഇവിടെ കൈകളാണ് ഇവിടെ സംസാരിക്കുന്നത്. കൈക്ക് സംസാരിക്കാനുള്ള കഴിവൊക്കെ കൊടുക്കുന്നുണ്ട്. കൈ സംസാരിക്കുമ്പോ എന്റെ ദുനിയാവിൽ നീ പ്രവർത്തിച്ചതിന്റെ മുഴുവനും കൈ ഇങ്ങനെ സംസാരിക്കുമ്പോ കൈന്റെ കൂട്ടുകാരനായ കാല് അള്ളാന്റെ കോടതിയിൽ സാക്ഷി പറയാണ്. അടച്ചോനെ, ഞങ്ങൾ വിട്ടുപിരിയാത്തവരാ. അല്ലെ, കൈ ഒരു സ്ഥലത്തിന് കാല് ഒരു സ്ഥലത്ത് ഉണ്ടാവില്ലല്ലോ. കൈ ഇവിടെ പോയോ അവിടെ കാലുണ്ടാവും. കൈ പറയുമ്പോ കാല് പറയും, അതേ അടച്ചോനെ, സത്യാണ്, ഞാനാണ് സാക്ഷി. അല്ലെങ്കിൽ മറ്റൊരാളെ സാക്ഷിക്ക് വേണ്ടി കൊണ്ടുവരല്ല, സാക്ഷിക്ക് വേണ്ടി നിർത്തലമല്ല. സുബ്ഹാനല്ലാഹ്, കൈ പറയുമ്പോ കാലിന്റെ സാക്ഷിയാണ്. ഇതാണ് അവിടുത്തെ ലോകം. ചെയ്ത തെറ്റ് അവിടുത്തെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയോ? ഏറ്റവും വലിയ ദുഃഖം, നാം ചെയ്ത തെറ്റുകൾ നമ്മുടെ ഉമ്മ കാണും, നമ്മുടെ ഉപ്പ കാണും, നമ്മുടെ നാട്ടുകാർ കാണും, നമ്മുടെ ഉസ്താദന്മാർ കാണും. സുബ്ഹാനല്ലാഹ്, എഴുത്തിനേക്കാൾ വഴി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ആ തെറ്റിങ്ങനെ കാണുന്നതാണ്. അല്ലെ, അതാണ് മഹാന്മാർക്ക് വലിയ ബേജാറ്. നാം ഇവിടെ ഒരു തെറ്റ് ചെയ്യുമ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ 14 നൂറ്റാണ്ടുകൾ മുമ്പ് പറഞ്ഞ ഉമ്മത്തിങ്ങളെ വിളിച്ചിട്ട്, ഉമ്മത്തിങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോ, നമ്മളിപ്പോ സുബഹിക്ക് പള്ളിക്ക് നമ്മൾ നിസ്കരിച്ച് നമ്മുടെ ഈ നന്മകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഹബീബായ തങ്ങൾ കാണുന്നുണ്ട്. കണ്ടാലോ റസൂലുള്ളാഹി തങ്ങൾ എന്ന് പറഞ്ഞു, നിങ്ങളൊരു നന്മ ചെയ്യുമ്പോ ആ നന്മ ഞാൻ കാണുമ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ഞാൻ ശരിക്കും സ്തുതിക്കും. ഉമ്മത്തെ, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും എന്റെ ഉമ്മത്തിന്റെ നന്മകൾ കാണുമ്പോ. അതേ സമയത്തോ ഞങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റും അഭിമാനം ഞങ്ങൾ കാണുന്നതാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റും അഭിമാനം ഞങ്ങൾ കാണും. കണ്ടാലോ നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ ശപിക്കോ?
നമ്മളെ അള്ളാഹുവിന്റെ റസൂൽ വരുമ്പോ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു തെറ്റ് ചെയ്തത് കാണുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ ചെയ്യുന്ന പണി എന്തറിയോ, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നതാണ്. ഇതാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ നമുക്ക് വേണ്ടി ഹബീബായ ഞങ്ങൾ പൊറുക്കലിനെ തേടുന്നതാണ്. അത്രയും ഉമ്മത്തിനോട് അത്രയും ഒരു അടുപ്പമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക്. ആ ഹബീബായ ഞങ്ങളും നമ്മുടെ തെറ്റിങ്ങനെ കാണാന്ന് പറഞ്ഞാൽ അല്ലെ, സാധാരണ തെറ്റാണ് പ്രശ്നമല്ല. നമ്മൾ ഒറ്റയ്ക്ക് ആരും കാണാതെ അറിയാതെ ചെയ്ത തെറ്റുകൾ, വ്യഭിചാരങ്ങൾ, കണ്ടുപിടികൾ, സുബ്ഹാനല്ലാഹ്, അതുപോലെ സമുദായവും സമൂഹവും കുടുംബവും അറിയുന്നത് പേടിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ചെയ്ത പാവങ്ങൾ ഒരുവരും അള്ളാഹുവിന്റെ മുന്നിൽ തുറന്നു കാണിക്കപ്പെടുന്ന ദിവസം. ആ ദിവസം നമ്മുടെ ഇസ്ലാമിന്റെ മുന്നിൽ നാം പരാജയപ്പെട്ട് ബേജാറായി നിൽക്കുമ്പോൾ അതാ അവിടെ കടന്നു വരുന്നു നമ്മെ കൈപിടിക്കാൻ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആർക്ക് കിട്ടും ആ ഭാഗ്യം? ആ ഭാഗ്യം കിട്ടുന്ന ആളുകൾ ആരാണ്? ഹബീബായ തങ്ങളെ സ്വലാത്ത് കൊണ്ട് സന്തോഷിപ്പിച്ച ആളുകൾ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി. എന്റെ റബ്ബിന്റെ പ്രത്യേകക്കാരായ അടിയാറുകളായ മലക്കുകളും സ്വലാത്തിന്റെ കാര്യം ഏറ്റെടുത്തപ്പോ ഞാൻ എന്തിനു ഉറവാണിക്കുന്നു? ഞാൻ എന്തിനു സ്വലാത്തിന്റെ കാര്യത്തിൽ പിന്നോട്ട് പോകുന്നു? ഞാൻ ചെല്ലട്ടെ അവിടുത്തെ പദവികൾ, അവിടുത്തെ പ്രകീർത്തനങ്ങൾ, അവിടുത്തെ മൗലിദുകൾ, അവിടുന്ന് സന്തോഷിക്കുന്ന പ്രവർത്തനങ്ങൾ. ഇതാണ് സ്വലാത്ത് പറഞ്ഞത്. അത് ചെയ്താൽ അവിടെ ദുഃഖിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാം. അള്ളാഹു അവസരം തരട്ടെ. ധാരാളമായി സ്വലാത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ കഴിയണം. ഇനി 2 ശഫാഅത്തുകൾ, 5 ശഫാഅത്താണ്. 2 ശഫാഅത്തുകൾ മനസ്സിലാക്കാനും പഠിക്കാനും അതിന്റെ ഗൗരവം മനസ്സിലാക്കി ജീവിതത്തിൽ ഓരോ ദിവസങ്ങൾ നാം മരണത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ മരണങ്ങൾ. ഉള്ളാളത്ത് വെച്ച് ചെറിയൊരു ചെറുപ്പക്കാരൻ മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, നല്ല സൗന്ദര്യമുള്ള നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു. പടച്ചോനെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഷഹദായിന്റെ ദർജ നൽകണേ. ഒരുപാട് പേടിക്കപ്പെടുന്ന മരണങ്ങൾ, നമുക്ക് പാഠമാകുന്ന മരണങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഞാൻ മരിച്ചുപോയ ആ അപകടത്തിൽ വിട്ട് മരിച്ചുപോയ മകളുടെ കല്യാണത്തിന് വേണ്ടി നാട്ടിലേക്ക് വരുന്ന ഉപ്പ, ആ ഉപ്പനെ കൂട്ടാൻ വേണ്ടിയിട്ട് കുടുംബങ്ങളൊക്കെയും എയർപോർട്ടിൽ പോകുമ്പോ മകള് പറഞ്ഞത്രേ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഉപ്പ വരുമ്പോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പനയുടെ പുറത്ത് പോയാൽ ഇനി ഉപ്പനെ കൂട്ടാൻ എനിക്ക് പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാനും ഉപ്പനെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിൽ വരുന്നത് പറഞ്ഞിട്ട് പോയ മോളാണ്. സുബ്ഹാനല്ലാഹ്, അപകടത്തിൽ വിട്ട് ആ ഉപ്പയും മകളും ഒന്നിച്ച് തമ്മിൽ അടുത്തടുത്ത്. ഇതാണ് ദുനിയാവ്. അല്ലാഹു തആല ആ 2 പേർക്കും പടച്ചോനെ നീ ഷഹദായിന്റെ ദർജ നൽകണേ അല്ലാഹ്. ആ പൊന്നുമോൾക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് നല്ല സുന്ദരനായ ഒരു ചെക്കനം നൽകിയിട്ട് നല്ല ഒരു കല്യാണം ആസ്വദിക്കാനുള്ള ഭാഗ്യം ആ പെൺകുട്ടിക്ക് നീ നൽകണേ റബ്ബേ. നമ്മുടെ എല്ലാ മക്കൾക്കും കുടുംബങ്ങൾക്കും നിങ്ങളുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെയും പടച്ചോനെ നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇടുന്നതിലുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ആക്സിഡന്റ് പോലെയുള്ള മരണങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ അല്ലാഹ്. പ്രതിഫലമുണ്ട്, ശുഹദായിന്റെ ദർജയാണ് ഒക്കെയാണ്. പക്ഷേ നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകും അല്ലാഹ്. പടച്ചോനെ ചെയ്ത പാവങ്ങൾ ചിലപ്പോൾ അതിനുള്ള ഒരു ഇസ്തിഗ്ഫാറിന്റെ അവസരമില്ലാത്ത മരണമാണെങ്കിൽ ഞങ്ങൾ ബേജാറായി പോകുമല്ലോ. പടച്ചോനെ നീ കാക്കണേ ഉണ്ട്. ഞങ്ങൾ വാഹനത്തിൽ കയറുന്നതും യാത്ര പോകുന്നതും ഒക്കെയും ബിസ്മില്ലാഹ് നിന്റെ പേരിൽ തവക്കൽ ചെയ്തിട്ടാണ് ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, എല്ലാം റബ്ബായ നിന്റെ പേരിൽ തവക്കൽ ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങളെ ഏറ്റെടുക്കേണ്ടത് നീയാണല്ലോ. ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് നീയാണ്, ഞങ്ങളെ കാക്കേണ്ടത് നീയാണ്. വേണ്ട സമയത്ത് വേണ്ട പോലെയുള്ള നിന്റെ പ്രത്യേകമായ സഹായവും മദതും ഈഫും റബ്ബേ ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ, നമ്മുടെ കുടുംബങ്ങൾ എല്ലാവർക്കും നീ നൽകണേ റബ്ബേ. പ്രത്യേകിച്ച് പ്രവാസികളായി അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങൾ പലരും അവരുടെ ഡ്രൈവർമാരായി മറ്റും അധ്വാനിക്കുന്നവരാണ്. നീ സലാമത്ത് നൽകണേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് ഓരോ പ്രവാസികളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കണേ റബ്ബേ. ശരീരത്തിന്റെ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലും മറ്റുള്ള ഏർപ്പാടുകളിലൊക്കെയും വലിയ സന്തോഷം നൽകണേ അല്ലാഹ്. നാട്ടുകാരായ ഞങ്ങളും നമ്മുടെ ഭാര്യമക്കളെ കൊച്ചാൻ പല രൂപത്തിലുള്ള കഷ്ടപ്പാടിനാണ് റബ്ബേ. അല്ലാഹ്, എല്ലാത്തിലും ഞങ്ങളെ നീ സഹായിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. നീ സഹായിക്കണേ റബ്ബേ. ബറക്കത്ത് നൽകല്ല, ഖൈർ നൽകല്ല, സന്തോഷം നൽകല്ല, സമാധാനം നൽകല്ല. ഹബീബായ മുത്തായ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ടതുപോലെ സ്നേഹിക്കാനും ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ നമ്മുടെ ജീവിതം തന്നെ ഹബീബായ തങ്ങളുടെ ആ സുന്നത്ത് പിൻപറ്റുകൊണ്ടുള്ള ജീവിതമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാഹുവേ. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ നബിദിനത്തോടനുബന്ധിച്ച് ഒരുപാട് ദിവസങ്ങൾ ഇവിടെ വിപുലമായ പരിപാടികൾ നടത്തപ്പെട്ടപ്പോ അതിനുവേണ്ടി സഹായിച്ച ആളുകളുണ്ടല്ലോ, അതിനുവേണ്ടി സഹകരിച്ചവരുണ്ടല്ലോ, അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അതിനുവേണ്ടി ഓടി നടന്നവരുണ്ടല്ലോ, അതിനുവേണ്ടി രാത്രി ഉറക്കൊഴിച്ച ആളുകളുണ്ടല്ലോ. പടച്ചോനെ, ചെറിയവരും വലിയവരും നാട്ടുകാരും സ്നേഹിതന്മാരും ചെറുപ്പക്കാരും നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിക്കാരും അതുപോലെ ഇവിടെയുള്ള പല ചെറുപ്പക്കാരുടെ കൂട്ടായ്മകളും പടച്ചോനെ പ്രവാസികളായ പല മുഅ്മിനീങ്ങളും അവർക്കൊക്കെയും അതിന്റെ പകരം ഹബീബായ തങ്ങളുടെ ഹിസാബില്ലാത്ത രൂപത്തിൽ സ്വർഗത്തിലേക്ക് എത്തപ്പെടുന്ന ആ ശഫാഅത്ത് ഓരോരുത്തർക്കും നീ നൽകണേ അല്ലാഹ്. ഹബീബിന്റെ കാരണം കൊണ്ട് അവരുടെ എല്ലാ ഹലാലായ നിയ്യാത്തുകളും നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഗ്ദിനി വഅജ്റുനി യാ മുജീറു മിനസ് സഈരി യാ റിയാദി യാ മനാലി യാ റസൂലല്ലാഹ് في ملمات الأمور يا حبيب الله. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، يا رسول الله صلوات الله عليكم يا حبيب الله. مرحبا يا نور عيني، مرحبا جد الحسين، مرحبا أهلا وسهلا يا رسول الله. مرحبا يا خير داعي يا حبيب الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم.